ഹായ് ഫ്രണ്ട്സ്, വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ പറമ്പിൽ ദേ ഒരു വാഴ ഇതാ കിടക്കുന്ന തറയിൽ. അതിന്റെ വാഴക്കൂമ്പ് വെട്ടിയെടുക്കാൻ പോയതാണ് ഞാൻ. കാര്യമുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട്. വാഴക്കൂമ്പൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷികളും മൃഗങ്ങൾക്കൊക്കെ ഇത് കൊടുത്താൽ അവർ നന്നായിട്ട് ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഈ വാഴക്കൂമ്പ് സ്നാക്ക് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കോഴികൾക്ക് വേണ്ടിയിട്ടാണേ. നെടുകെ ഇങ്ങനെ കീറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ചന്തം തന്നെയാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നന്നായിട്ട് കുനുകുനായിട്ട് അരിഞ്ഞെടുക്കണം. കാരണം കുഞ്ഞു കോഴികളാണ്. അപ്പൊ അവർക്ക് കഴിക്കാൻ ഈസി ആയിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുന്നത്. ഏതോ ഒരു വീഡിയോയിൽ ആരോ ഇങ്ങനെ കോഴികൾക്ക് കൊടുക്കുന്ന കണ്ടിട്ടാണ് ഞാനും ഈ ട്രിക്ക് പരീക്ഷിച്ച് നോക്കുന്നത്. പിന്നെ ദേ ഇങ്ങനെ നന്നായിട്ട് കുഞ്ഞായിട്ട് അരിയാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. വാഴക്കുമ്പ് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിയുമ്പോൾ എന്ത് പാടാണെന്നോ. ഞങ്ങളിവിടെ ഓരോ പോളായിട്ട് പൊളിച്ച് അതെല്ലാം എടുത്ത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് അങ്ങനെയാണ് എടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കോഴികൾക്ക് ഇങ്ങനെ എടുക്കുന്നത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും ഞങ്ങളിവിടെ കോഴിക്കുട്ടന്മാർക്ക് നേരത്തെ കൊടുക്കുന്നതുകൊണ്ട് അവർക്കിത് വളരെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. പുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് കയ്യിൽ അധികം കറയൊന്നും പറ്റാതെ ഞാൻ സൂക്ഷിച്ചു നിന്ന് അരിയുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ നന്നായിട്ട് അരിഞ്ഞെടുത്തു. കോഴികളെല്ലാം 4 പാടും പോയിരിക്കുകയാണ്. ഇനി അവരെ എല്ലാവരും വിളിച്ചു കൂട്ടി ഇത് കൊടുത്ത് അവർ കഴിക്കുന്നത് കണ്ടാലേ നമുക്കൊരു തൃപ്തിയാവുകയുള്ളൂ. മുക്കിയെടുത്ത വാഴക്കൂമ്പിന് നമുക്ക് അവർ കഴിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും അവിടെ നിന്നെങ്കിലും അവർ ഓടി വന്നത് കഴിച്ചോളൂ. എന്തോ തങ്ങളുടെ പാത്രത്തിൽ വീഴുന്നത് കണ്ടിട്ട് ആദ്യം ഒരു 2 പേര് ഓടിയായാലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കണോണ്ട് അവർക്ക് സാധനം എന്താണെന്ന് പിടികിട്ടി. അതുകൊണ്ട് തന്നെ തിരിങ്ങും നോക്കാതെ അവരത് കഴിക്കാൻ തുടങ്ങി. അവര് കഴിക്കണ കണ്ടപ്പോ ഗഗനയ്ക്കൊരു ആവേശം. മണ്ണ് വാരി കളിക്കണ പോലെ അവൾ ഓടിച്ചെന്ന് അതിൽ നിന്ന് ചെറുതായിട്ടൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വിളി വന്നു. പിന്നെ പതുക്കെ അവൾ അങ്ങോട്ട് മാറി കേട്ടോ. എന്താ ഒരു പ്രത്യേക മണമെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ ഓടിപ്പാഞ്ഞെത്തി പറന്ന് അവരങ്ങനെ കൊത്തി കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് കോഴികളുണ്ടെങ്കിൽ നിങ്ങളോട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ നമ്മുടെ ഒരു സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു. ഇത് മാളിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്, ഫ്രോസൺ ആണ്. അപ്പോൾ അത് കട്ടിയായിട്ടിരിക്കുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. എങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും ജസ്റ്റ് ഇതിലേക്ക് ഒരു വെള്ളം വീഴുമ്പോഴേക്കും ഇത് നന്നായിട്ട് നോർമൽ ആവും. അപ്പൊ ഇതിനെ ഒന്ന് വേവിച്ച് ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പോട്ട് അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരു ഐറ്റം ആണ്. ഒപ്പം തന്നെ ടേസ്റ്റിയും ഹെൽത്തിയും ആണല്ലോ. ചോളം മാത്രം കഴിക്കാനും നല്ലതാണ്. ഒപ്പം വേണമെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ ഇതിലേക്ക് ഇന്ന് കൈ കിട്ടിയതൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പീസ് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, തക്കാളി, ആപ്പിൾ, പിന്നെ പേരറിയാത്തൊരു ലീഫ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് പോവുകയാണ്. സവാള കൂടെ ഉണ്ട്. ചേട്ടനും ഗഗനയും തന്നെയാണ് സലാഡ് ഐറ്റംസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ ചേട്ടൻ തന്നെയാണ് അരിയലും പറക്കലും എല്ലാം. കുനുകുനായിട്ട് ഓരോന്ന് അരിയണ കാണാൻ തന്നെ നല്ല ചേലാണ് കേട്ടോ. ഗഗനയ്ക്ക് ഒരു കുട്ടി ബോക്സിലും ചേട്ടന് കുറച്ചുകൂടെ വലിയൊരു ബോക്സിലായിട്ട് 2ആയിട്ട് പകുത്തോ എല്ലാം കൂടെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇടുന്ന പല കളറിൽ അത് ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എങ്കിലും എനിക്കിതിനോടൊക്കെ പ്രിയം വളരെ കുറവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇങ്ങനത്തെ സലാഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. കട്ടിങ്ങും മിക്സിങ്ങും കഴിഞ്ഞാൽ ഗഗനയുടെ ബോക്സ് റെഡിയായി. എന്നാൽ ചേട്ടൻ്റെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.